പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിന്നുറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുക കർത്താവേ. ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കലാ ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളുമായി കടന്നു വരികയാ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുകയാ. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൻ്റെ പാദപിടിത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടിയുണ്ടത് നിശ്ചയമാ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവം അവിടുന്നാകിയാൽ വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ആ കൃപയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാ കർത്താവ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, കർത്താവെ, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ കരുതണമേ അപ്പാ. വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മൻ പഠിക്കുന്നവർ, പ്രൊമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട മക്കൾ, മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട മക്കൾ കർത്താവേ, അപ്പോൾ റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകുവാൻ കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കളെ എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നതോർത്ത് സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും എൻ്റെ അപ്പച്ചൻ അറിയുന്നതോർത്ത് നന്ദി പറയുക. എൻ്റെ കർത്താവെ, അടിയനവിടുത്തെ പാദപിടിച്ചിട്ട് ആ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാ. നിൻ്റെ മക്കൾ എവിടെയായിരുന്നാലും ഈ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി തൻ്റെ മക്കൾക്ക് നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ അപ്പ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കുമാറാകണം. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ മാനിക്കുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറക്കുന്നതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കും, നിശ്ചയമായും അവരെ കരുതും. അതോർത്ത് സ്തോത്രം ചെയ്യുക. ദൈവമായ കർത്താവേ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും അവർക്ക് നൽകണമേ. നന്നായി പരീക്ഷ എഴുതുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണമേ. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഉപജീവനമാർഗം ചോദിച്ചാഗ്രഹിച്ച തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം വഴികളെ തുറക്കും. ഹല്ലേലൂയ. കർത്താവെ നന്ദി, നന്ദി കർത്താവെ നന്ദി. ദൈവമായ കർത്താവെ, വിസ ലഭിക്കേണ്ട ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയായ ദൈവമാ. ഭാരത്തോടെ കാത്തിരിക്കുന്ന വിഷയത്തിന് നടുവിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങും. നിശ്ചയമായും അത്ഭുതങ്ങളെ ചെയ്യും, മാനിക്കും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാ. തൻ്റെ മക്കളോട് മനസ്സലിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് PR ലഭിക്കേണ്ട ജീവിതമുണ്ട്. സ്വർഗം ആ വിഷയത്തിന് മേലും മനസ്സലിയണമേ കർത്താവെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കേണ്ട ഒരു ജീവിതമുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം അത്ഭുത വഴികളെ തുറക്കണമേ കർത്താവെ.
ഹല്ലേലൂയ. നന്ദി, നന്ദി കർത്താവേ. വിവാഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുകയാ. തക്ക തുണി അവർക്ക് ഒരുക്കണം, അവരുടെ വിവാഹം നടക്കണം, സ്വർഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരുണ്ട് കർത്താവേ. വിദ്വേഷവും പകയുമായി കുടുംബജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാതെ ഭാരപ്പെടുന്ന നമ്മുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾക്ക് ഒന്നിനും കഴിവില്ല കർത്താവേ, എന്നാൽ പ്രവർത്തിപ്പാൻ യോഗ്യൻ അവിടുന്ന, നല്ല പിതാവ് അവിടുന്ന്, സ്വർഗം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു സഹോദര സ്നേഹമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ മക്കളെയും അറിയുന്ന ദൈവമാണ്. അവരുടെ ജീവിതങ്ങളിൽ എൻ്റെ അപ്പച്ചൻ ഇറങ്ങണമേ. ദൈവസ്നേഹത്താൽ ഓരോ ഹൃദയത്തെ നിറയ്ക്കണമേ കർത്താവേ. എൻ്റെ ദൈവം അവിടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം. ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേലും സ്വർഗത്തിലെ അപ്പൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ, യുവതി യുവാക്കന്മാരെ ഏൽപ്പിക്കട്ടെ. കർത്താവേ, വഷളത്വം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്ന അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ തമ്പുരാനെ. അവരെ കർത്താവ് ആലോചന കൊടുത്ത് നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ അപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കടഭാരമുള്ള മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പാ. ഭവനമില്ലാത്ത മക്കൾക്ക് തലയായ്പാൻ ഭവനം ഒരുക്കിക്കാട്ടപ്പാ. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ, സ്വർഗം ഏറ്റെടുക്കണമേ. മനോഹരമായ ഭവനം പണിത് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, യാത്ര പോകുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം. നീറിപ്പുകയുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന വേദനിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താപ്പച്ചൻ ഓരോ വേദനാ വിഷയം ഏറ്റെടുക്കണമേ. ഓരോ ഭാരവിഷയം അപ്പൻ ഏറ്റെടുക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ കർത്താവേ. അവരുടെ സകല വേദനകൾക്കും പ്രയാസത്തിനും പ്രതികൂലത്തിനും സ്വർഗത്തിലെ ദൈവം അറുതി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ സന്തോഷിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, അതിനായിട്ട് ഭാഗ്യമൊരുക്കിക്കാട്ടെ. ദൈവമായ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങൾ എൻ്റെ കർത്താവെ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പ. നിലവിളിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങ് മനസ്സലിവും കരുണയുമുള്ള ദൈവമാണല്ലപ്പാ. ഈ പാവപ്പെട്ട മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥത്തിൽ നിന്നൊരു മോചനം തന്നെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ തൻ്റെ മക്കളൊക്കെ ഇന്ന് സ്വസ്ഥത അനുഭവിക്കട്ടെ ദൈവമേ. സമാധാനത്തോടെ ഉറങ്ങട്ട് കർത്താവേ. സ്വസ്ഥതയോടെ ആഹാരം കഴിക്കട്ട് കർത്താവേ. കരയുന്നതിൻ്റെ മക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ജീവിതങ്ങളെയും സ്വർഗം അറിയുന്നല്ലപ്പാ. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന കർത്താവേ. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും ഭവനങ്ങളിലും രോഗക്കിടക്കകളിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാപ്പാ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ അവിടുന്ന് അഖിലയാതിലെ സുഗന്ധ കുഴമ്പുമായി കടന്നു വന്ന് ഉച്ച മുതൽ പാദം വരെ തൊട്ട് തലോടി സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ വിടുതൽ നൽകിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ. ആമൻ. തൈറോയിഡും ആസ്മയും അലർജിയും ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ആമൻ. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, അലർജിയുള്ളവർ, ഹല്ലേലിയ. ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന വേദനകൾ, ഹല്ലേലിയ കർത്താവ്. പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, ആസ്മ രോഗികളുണ്ട് കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, എൻ്റെ കർത്താവേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു കർത്താവേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ കർത്താവേ, സ്തോത്രം. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നൊരു കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരികയാ. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ സമർപ്പിക്കുകയാ. സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ മക്കളുടെ പേരും വെച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു പിതാവേ. മനസ്സലിവ് കാണിക്കണമേ, കരുണ കാണിക്കണമേ അപ്പാ. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ.
ഞങ്ങളുടെ ദേശത്തോടും കരുണ തോന്നണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ വിടുവിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ വേല സ്ഥലങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണമേ. എല്ലാ വേലക്കാരെയും കർത്താവ് സൂക്ഷിക്കണമേ കർത്താവേ. ദുഷ്ടപിശാചുക്കളുടെ കയ്യിൽ അകപ്പെട്ടുവാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഭരണകൂടങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ആമേൻ. സത്യസന്ധമായി കർത്താവെ ഏൽപ്പിച്ച ജോലികളൊക്കെ വിശ്വസ്തയോടെ ചെയ്തെടുപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ്യ കർത്താവെ, ഹാലലുയ്യ. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിഷയപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. എല്ലാ പ്രാർത്ഥനാ വിഷയത്തിന്മേലും കർത്താവിൻ്റെ കരുണ ഇറങ്ങുമാറാകണമേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരോട് കരുണ തോന്നണം, മനസ്സലിയണമേ. മുൻപോട്ട് ജീവിപ്പാനുള്ള ധൈര്യവും പ്രത്യാശയും കൊടുത്ത് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.